തീരെ പരിചിതമല്ലാത്ത രണ്ട് ചെറുപ്പക്കാരെ അവരൊരു ബസ് സ്റ്റാൻഡിൽ വെച്ച് പരസ്പരം പരിചയപ്പെടുകയാണ്. അവിടുന്ന് അവരൊരുമിച്ചൊരു യാത്ര ആരംഭിക്കുകയാണ്. ചുരുക്കം പറഞ്ഞാൽ സുരാജ് വെഞ്ഞാറമൂടും ആസിഫ് അലിയും നായകനായിട്ടുള്ള ഏറ്റവും പുതിയ സിനിമ അഡിയോസ് അമിഗോ. ഈ സിനിമയുടെ ഒരു ഇതിവൃത്തത്തിനെ നമുക്ക് ഇങ്ങനെ നിർവചിക്കാം. നവാഗതനായ നഹാസ് നാസറാണ് ഈ സിനിമയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഇദ്ദേഹം നവാഗതനാണെങ്കിലും ഇദ്ദേഹത്തിന്റെ പിന്നണിയിൽ ആഷിഖ് ഉസ്മാൻ, അതുപോലെ സെൻട്രൽ പിക്ചേഴ്സ്, അങ്ങനെ ഒരു വൻ താരനിര തന്നെ ഉണ്ട്. മ്യൂസിക്കില് ഗോപി സുന്ദർ, ജെയ്ക്സ് ബിജോയ്, അങ്ങനെ ഒരു വമ്പൻ പട എല്ലാ മേഖലയും കൈകാര്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ മികച്ച ഒരു പിന്നണി കൂട്ടുകെട്ടുള്ള ഒരു സിനിമ എന്ന രീതിയിലാണ് ഇതിനെ കാണേണ്ടത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ ചില ആളുകളെ പരിചയപ്പെടില്ലേ? അങ്ങനെ പരിചയപ്പെട്ടാൽ ഒരു സന്ദർഭത്തിൽ നമ്മൾ പരിചയപ്പെടും. അതിനുശേഷം ചിലപ്പോൾ നമ്മൾ അവരുമായിട്ട് കൂടുതൽ അടുത്ത് പെരുമാറും, ചിലപ്പോൾ അവരുടെ വീട്ടിൽ പോയി നിൽക്കും, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പൊ അത്തരത്തിൽ ഒരു സംഭവമായിട്ട് ഈ ഒരു സിനിമയുടെ ഇതിവൃത്തത്തിനെ വേണമെങ്കിൽ കണക്കാക്കാം. ഈ സിനിമയുടെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ആളുകൾ ഒരുമിച്ചൊരു യാത്ര പോവുക, താമസിക്കുക, അവരുടെ കൂടെ ഇങ്ങനെ യാത്രകൾ പോയിക്കൊണ്ടേയിരിക്കുക. ഇത് പറയുമ്പോൾ തന്നെ ആ ഇതിവൃത്തത്തിന് എവിടെയോ ഒരു ക്രിഞ്ച് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെ ആയിരിക്കും ഒരു പക്ഷേ സിനിമ ഡൈജസ്റ്റ് പല ആളുകളിലേക്കും ഡൈജസ്റ്റ് ആവാതെ പോകുന്നുണ്ടെങ്കിൽ, അങ്ങനെ കുറച്ച് കമന്റ്സുകൾ കണ്ടു. അങ്ങനെ ഡൈജസ്റ്റ് ആവാത്തതിനൊരു കാരണം അത് തന്നെയാണ്. ഇതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഒരു കോർ ഉണ്ടാവുമല്ലോ സിനിമയുടെ. ആ കോർ എന്ന് പറയുന്നതിൽ ഒരു വിശ്വാസ്യത പുലർത്താൻ ഒരു പക്ഷെ കഴിഞ്ഞിട്ടില്ല. സുരാജിന്റെ കഥാപാത്രം വളരെ പക്ക ഒരു നാടൻ, ഒരു കൂലിപ്പണിക്കാരനായ ഒരു കഥാപാത്രം. ആ കഥാപാത്രം മുഴുപട്ടിണിയാണ്, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവനാണ്. അദ്ദേഹത്തിന്റെ അമ്മ ആശുപത്രിയിൽ കിടക്കുന്ന ഒരു സീൻ, അല്ലെങ്കിൽ അവിടുന്ന് അങ്ങോട്ടുള്ള സീൻ മുതലാണ് സിനിമ ആരംഭിച്ചു തുടങ്ങുന്നത്. അദ്ദേഹത്തിന്റെ പ്രശ്നം മുതലാണ്, അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് തുടങ്ങുന്ന സിനിമ തുടങ്ങുന്നത്. കുറച്ച് പൈസ ആരുടെ കയ്യിൽ നിന്നെങ്കിലും കിട്ടുമോ, കടം വാങ്ങാൻ വേണ്ടിയിട്ട് ഒരാളെ കാണാൻ വേണ്ടി ബസ് സ്റ്റാൻഡിൽ വന്ന് നിൽക്കുന്ന സുരാജിന്റെ കഥാപാത്രം, അവിടേക്ക് എത്തുന്ന ആസിഫ് അലിയുടെ കഥാപാത്രം. ആസിഫ് അലിയുടെ കഥാപാത്രവും സുരാജിന്റെ കഥാപാത്രവും നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന വ്യത്യസ്തമായ രണ്ട് വ്യക്തിത്വങ്ങൾ കൂടിയാണ്. ആ രീതിയിലൊക്കെ ഇതിനെ ഉള്ളറിഞ്ഞ് സിനിമയെ സമീപിക്കാൻ പലപ്പോഴും നമ്മൾ അങ്ങനെയൊന്നും സിനിമ കാണാറില്ലല്ലോ. പക്ഷെ അത്തരത്തിൽ സിനിമയെ സമീപിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആഴത്തിലുള്ള ഒരു സിനിമയായിട്ട് ഫീൽ ചെയ്യും. അതായത് രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന ആളുകൾ. ഒരു മനുഷ്യന് പൈസ എന്ന് പറയുന്നത്, പണം എന്ന് പറയുന്നത് ഒരു രൂപയും വലിയ മൂല്യമുള്ള ഒരു മനുഷ്യൻ. ഒരു രൂപ പോലും അദ്ദേഹത്തിന് ചായ കുടിക്കുന്ന സമയത്ത് പോക്കറ്റിൽ തപ്പി നോക്കുന്ന, ചായ കുടിക്കാനുള്ള മണിക്കിലുക്കം പോക്കറ്റിലുണ്ടോ എന്ന് തപ്പി നോക്കുന്ന സുരാജിന്റെ കഥാപാത്രം. അതേ സമയത്ത് 50 രൂപയ്ക്ക് ചായയും ജ്യൂസും കുടിച്ചതിന് ശേഷം 450 രൂപ ആ ചേച്ചിക്ക് ടിപ്പ് കൊടുക്കുന്ന ആസിഫ് അലിയുടെ കഥാപാത്രം. ഈ രണ്ട് കഥാപാത്രവും രണ്ട് എക്സ്ട്രീമാണ്. സമ്പത്തിന്റെയും പണത്തിന്റെയും വിനിമയത്തിന്റെ കാര്യത്തില്, ആ വിനിയോഗത്തിന്റെ കാര്യത്തില്. ഇതൊക്കെ ഞാനിങ്ങനെ പറയുമ്പോഴാണ് മനസ്സിലാവുക. അല്ലെങ്കിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് എങ്ങോട്ടാണ് ഈ സിനിമ പോകുന്നത് എന്ന് നമുക്ക് ഒട്ടും മനസ്സിലാവില്ല. അതായത് ഒട്ടും പിടിതരാതെ ഈ സിനിമ ഇങ്ങനെ സംവിധായകനും തിരക്കഥാകൃത്തും കൊണ്ടുപോകുന്നുണ്ട്. ഇവരുടെ യാത്ര തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. ആ യാത്രയിൽ കുറെ സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്ന് മാത്രം. അതിന്റെ ഒരു സത്യത്തിൽ ഒരു കോർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. പണത്തിന്റെ മൂല്യം, അല്ലെങ്കിൽ നമ്മളെയൊക്കെ എന്താ പറയാ, നമ്മൾ ആരുടെയൊക്കെ സഹായത്തിലാണ് നിൽക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് മറ്റൊരാളുടെ സഹായത്തിൽ, അയാൾ നിൽക്കുന്നത് വേറൊരു സഹായത്തിൽ. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു പാട്ടുണ്ട്, മണ്ണേ നമ്പി മരമിരുക്ക് മരത്തെ നമ്പി എന്ന് പറയുന്ന ഒരു സോങ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ സിനിമയുടെ ഒരു ആശയം മൊത്തം സ്റ്റാർട്ടിങ്ങിൽ അവര് പോകുന്ന യാത്രയിൽ ഒരു പാട്ടിട്ടിട്ടുണ്ട്. ആ പാട്ടിൽ ഇതുണ്ട്, നമ്മളെല്ലാവരും ഒരു ഇൻഡിപെൻഡന്റ് വ്യക്തിത്വമല്ല, അല്ലെ വ്യക്തിയല്ല. നമുക്ക് ജീവിതത്തിൽ അപ്പുറത്തോ ഇപ്പുറത്തുള്ള ആളുകളുടെ ഹെൽപ്പോട് കൂടിയാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത് എന്ന് പറയാനാണോ ശ്രമിച്ചത് എന്ന് അറിയില്ല. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെതായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കിയെടുത്തതാണ്. ഇത് നേരിട്ട് ഡയറക്റ്റായിട്ട് സിനിമയുടെ വിഷയങ്ങളിലൊന്നും തന്നെ ചർച്ച ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ യാത്ര മാത്രമായതുകൊണ്ടും കുറച്ചല്ലാത്ത ലാഗ്, പ്രത്യേകിച്ചും സെക്കൻഡ് ഹാഫിനും ഒരു മിഡിൽ കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞൊരു ക്ലൈമാക്സിനോട് അടുക്കുന്ന സമയത്ത് വല്ലാതെ വലിച്ചിട്ട്
2.25 മണിക്കൂറിന് അടുത്ത് സിനിമ പോയിട്ടുണ്ട്. ഇനി ഇതൊക്കെ പറഞ്ഞാലും ആസിഫ് അലിയും സുരാജ് വെഞ്ഞാറമ്മൂടും അതിഗംഭീരമായ പെർഫോമൻസ് ആണ്. എനിക്ക് ആസിഫ് അലിയുടെ ലെവൽ ക്രോസ് കണ്ടപ്പോഴാണ് ആസിഫ് അലിയുടെ പെർഫോമൻസിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ സിനിമയുടെ റിവ്യൂ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ആ സമയത്താണ് നമ്മുടെ വയനാട് ദുരന്തമൊക്കെ ഉണ്ടായ സമയത്ത് സിനിമ കാണുക മാത്രമേ ചെയ്തത്. കാരണം ആ സമയത്ത് നമ്മളൊരു റിവ്യൂ ഒന്നും ചെയ്യാൻ കഴിയുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ലെവൽ ക്രോസിൽ ഗംഭീരമായിരുന്നു. പക്ഷെ ഇത് കണ്ടപ്പോൾ ഞാൻ ആസിഫ് അലിയെ ലെവൽ ക്രോസിലെ പ്രകടനത്തെക്കാൾ മികച്ച രീതിയിൽ അദ്ദേഹത്തിന്റെ എല്ലാ തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്, ആ കഥാപാത്രമായിട്ട് ആ മനുഷ്യനെ അങ്ങോട്ട് മാറിയ ആസിഫ് അലിയുടെ ഈ ഒരു കഥാപാത്രം വെച്ച് ഒരുപാട് സംവിധായകര് പുതിയ തരത്തിലുള്ള അദ്ദേഹത്തിനെ വെച്ച് പരീക്ഷണത്തിന് മുതിരുമെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. അതുപോലെ സുരാജ് ആ ക്യാരക്ടറിനെ, ആ ഒരു പാവപ്പെട്ടവൻ ആയിട്ടുള്ള മനുഷ്യന്റെ ക്യാരക്ടറിനെ ത്രൂ ഔട്ട് പിടിച്ചു കൊണ്ടുപോകുന്ന, ഒരു സ്ഥലത്ത് പോലും താഴാണ്ട് പിടിച്ചു കൊണ്ടുപോകുന്ന സുരാജിന്റെ ക്യാരക്ടർ. ഇടയ്ക്ക് വന്നിട്ടുള്ള ലാഗ്, ഇത്രയും നീളം ഉണ്ടാക്കിയത് മാറ്റി നിർത്തിയാൽ സിനിമ വലിയ കുഴപ്പമില്ല. അതൊരു 1 ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു മൂവിയാണ് അഡിയോസ് അമിഗോസ്.